നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ 65 ആണ്. ഈ ചിക്കൻ 65 ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഓർഡർ ചെയ്ത് കഴിക്കുന്ന പോലത്തെ തന്നെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ പല രീതിയിലും പല ബാറ്റർ ഉണ്ടാക്കിയും 65 ചെയ്യാറുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു 65ൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാനും ഒരുപാട് പാടൊന്നുമില്ല. ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് ഒരല്പനേരം വെക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ബോൺ ആയിട്ടുള്ളതും എടുത്തിട്ടുണ്ട്, ബോൺലെസ് ആയിട്ടുള്ളതും എടുത്തിട്ടുണ്ട്. എനിക്ക് ചിക്കൻ 65 ഒക്കെ എപ്പോൾ ചെയ്യുമ്പോഴും കുറച്ച് ബോൺ കൂടെ ഉള്ള 65 ചെയ്യാനാണ് ഇഷ്ടം. അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൺലെസ് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 3.5 മുതൽ 4 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ വേണം. 1 ടീസ്പൂൺ ഗരം മസാല, 1 നാരങ്ങ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോറും വേണം, 2 ടീസ്പൂൺ അരിപ്പൊടിയും വേണം, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, 2 ടേബിൾ സ്പൂൺ തൈരും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ ചേർക്കാം. അതായത് ജിഞ്ചറും ഗാർലിക്കും അരയ്ക്കുന്ന കൂടെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിൽ ചിക്കൻ എടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു 3.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കണം. ഇപ്പം നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഈ തൈര് നല്ലതുപോലെ ഉടച്ചാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തൈരൊക്കെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. നമ്മുടെ ഈ ചിക്കൻ 65 പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തൈരുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർക്കാം. നിങ്ങൾക്ക് പുളിക്ക് അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ നാരങ്ങയുടെ പകുതി ഭാഗം നാരങ്ങ പിഴിഞ്ഞ് നീര് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിൽ എല്ലാ ഭാഗത്തേക്കും ഈ മസാല പിടിക്കുന്ന പോലെ വേണം മാരിനേറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതാണ് എപ്പോഴും ഈ ചിക്കൻ 65നും ഫ്രൈക്കും ഒക്കെ നല്ലത്. അപ്പോൾ നല്ല കളറിൽ കിട്ടും നമുക്ക്. ഇനി ഞാനിതൊന്ന് മൂടി വെച്ച് 1 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണേ. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാലും മതിയാവും. പക്ഷെ കുറച്ച് കൂടുതൽ വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4 പച്ചമുളക് കീറിയതും, നിറച്ച് കറിവേപ്പിലയും വേണം. നമ്മൾ ഈ 65 എല്ലാം ആക്കിയെടുത്തിട്ട് ലാസ്റ്റിൽ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് തുറന്നിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോറും 2 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം ചേർത്താലും മതി. അപ്പോൾ മൊത്തത്തിൽ 3 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കണം. നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം മാരിനേറ്റ് ചെയ്യുമ്പം ഈ കോൺഫ്ലോറും അരിപ്പൊടിയും ചേർക്കാൻ പാടില്ല. 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് അരിപ്പൊടിയും കോൺഫ്ലോറും ചേർക്കാൻ. അത് ചേർത്താൽ ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോഴേ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി
നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോരോ പീസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്യണം. എണ്ണ നല്ല ചൂടായിരിക്കണം. നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ പാനിൽ ഓവറായിട്ട് ചിക്കൻ ഇട്ടിട്ട് അത് ഓവർ ക്രൗഡഡ് ആക്കാനും പാടില്ല. ഒരുപാട് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് ബാച്ചസ് ആയിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ ഇത് മൊത്തത്തിലൊരു 5-6 മിനിറ്റോളം തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അത് തിരിച്ചിട്ടിട്ട് അടുത്ത ഭാഗവും നമ്മൾ ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഡീപ്പ് ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ നിറയെ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഇളക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് നല്ലപോലെ കുറച്ചൊന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ മസാലയൊക്കെ പൊടിഞ്ഞു പോവും. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ എണ്ണ നല്ല ചൂടാക്കിയിട്ടാണ് ഈ ചിക്കൻ ഇട്ടത്. അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ പ്രോപ്പറായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ സൈസൊക്കെ കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നല്ലതുപോലെ തിളച്ച എണ്ണയിലേക്ക് ഇതേപോലെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓവർ ക്രൗഡഡ് ആവാതെ ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കിട്ടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വരാത്തതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത്. ഇപ്പം ഇതേപോലെ തന്നെ നമ്മൾ ഈ 65-ന് മാരിനേറ്റ് ചെയ്യുമ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഫ്രഷായിട്ട് അരച്ച് ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ 65-ന് പ്രോപ്പറായിട്ടുള്ള ടേസ്റ്റ് വരില്ല. അതേപോലെ തന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് 1-2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ 65-ന് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വേണമെങ്കിൽ അതിലേക്ക് 2-3 കറിവേപ്പില കൂടെ ചേർത്ത് അരയ്ക്കാം. ഞാനിപ്പോൾ എന്തായാലും ലാസ്റ്റ് ഇതിൽ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ ചിക്കനൊക്കെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ജസ്റ്റ് ജിഞ്ചറും ഗാർലിക്കും മാത്രം അരച്ചാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് തലേദിവസമേ വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് പെട്ടെന്ന് എടുത്ത് ഫ്രൈ ചെയ്യാം. ജസ്റ്റ് അരിപ്പൊടിയും കോൺഫ്ലോറും ഒക്കെ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് താളിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാം പ്രോപ്പറായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റുമാണ് തൈര് ഒഴിച്ചതുകൊണ്ട്. ഓരോരോ ചിക്കനും പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും പച്ചമുളകും നമുക്ക് ചേർക്കണം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. കറിവേപ്പിലയൊക്കെ വേണമെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ പ്രോപ്പറായിട്ട് ഇതിൽ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഞെരടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കിട്ടും. കറിവേപ്പില കട്ട് ചെയ്യുമ്പോൾ അവളൊരു ഭംഗിയും പോവില്ല. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്.
ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എരിവില്ലാത്ത പച്ചമുളകൊക്കെയാണ് നമ്മളിതിൽ ഫ്രൈ ചെയ്യാനിടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പീസ് ചിക്കൻ്റെ കൂടെ ഈ പച്ചമുളകും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് ആവശ്യത്തിനൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കിതിൽ ഒരുപാട് എണ്ണ വേണ്ടെങ്കിൽ എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഞാനത് എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരല്പം കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സാരമില്ല, അതിനുശേഷം നമ്മൾ കിച്ചൺ ടിഷ്യൂവിൽ വെച്ചിട്ട് ഈ എണ്ണയൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ടാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ വറുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് എത്തത്തക്ക രീതിയിൽ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചിക്കൻ 65 ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അത് വരുന്നൊരു മണം ഉണ്ടല്ലോ, അതേ മണമാണ് ഇപ്പം നമുക്ക് വീട്ടിലും കിട്ടുന്നത്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഗരം മസാലയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഗരം മസാലയോടെ ചേർത്തിട്ടുണ്ട്. അത് ഈ എണ്ണയിലൊന്ന് ഫ്രൈ ആയിട്ട് ലാസ്റ്റ് ഈ ചിക്കനിലൊന്ന് പെരണ്ടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് പാൻ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് പ്രോപ്പറായിട്ട് എത്തും. അത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിലും പാർട്ടിക്കൊക്കെ ഇടാട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും റൈസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. വെറൈറ്റി റൈസിൻ്റെ കൂടോ ഫ്രൈഡ് റൈസിൻ്റെ കൂടോ ഇല്ലെങ്കിൽ നോർമൽ ചോറും ഒരല്പം മോര് കറിയും ഈ ചിക്കൻ 65 കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും ഇന്നത്തെ ഊണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് എത്ര കറക്റ്റായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക്കിലൊക്കെ ടോസ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇതിപ്പോൾ നല്ല ജ്യൂസിയാണ് ഉള്ളിൽ, പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ചിക്കൻ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു റെസിപ്പിയാണിത്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചിക്കൻ 65 നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.